എറണാകുളം തോപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയായ സിസ്റ്റർ ലിസി ചക്കാലക്കൽ FMM. മാള മേലടൂർ ഇടവകയിൽ മാളിയക്കൽ ചക്കാലക്കൽ കുടുംബത്തിൽ ജനിച്ചു. ജീവിതാന്തസ് തിരഞ്ഞെടുക്കാൻ കാലമായപ്പോൾ ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് മേരി എന്ന സന്യാസ സഭയിൽ അംഗമായി. സഭയുടെ നിർദ്ദേശത്തോടെ അധ്യാപികയായി ആരംഭിച്ച ഔദ്യോഗിക ജീവിതം കുടുംബ പ്രേഷിത പ്രവർത്തനങ്ങളിലും നിതാന്ത പ്രാർത്ഥനയിലും സാർത്ഥകമായ സമർപ്പിത ജീവിതം. വിദ്യാർത്ഥികളുടെ ഭവന സന്ദർശന വേളയിൽ പല വിദ്യാർത്ഥികളുടെയും പഠന നിലവാരം കുറയുന്നതിന് കാരണം അവരുടെ ദാരിദ്ര്യവും പരിമിതമായ സാഹചര്യങ്ങളുമാണെന്ന് വേദനയോടെ തിരിച്ചറിഞ്ഞു. അവർ ലേഡീസ് ഗേൾസ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ അച്ഛന്റെ മരണം അനാഥമാക്കിയ ഒരു വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിന് നിരവധി പേരുടെ സഹകരണത്തോടെ പുത്തൻ വീട് നിർമ്മിച്ചു നൽകിയത് വഴിത്തിരിവായി. പിന്നീട് അങ്ങോട്ട് ഹൗസ് ചാലഞ്ച് എന്ന പദ്ധതിയിലൂടെ ഭവനമില്ലാത്തവർക്കെല്ലാം സ്വന്തമായൊരു വീട് എന്ന സ്വപ്നത്തിന്റെ പുറകെയാണ് ഈ സന്യാസിനി. സുരക്ഷിതമായൊരു ഭവനമില്ലാതെ വന്നാൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നേരിടുന്നത് സ്ത്രീകളാണെന്ന് വ്യക്തമായി അറിയുന്നവരാണ് ഇവർ. അതുകൊണ്ടുതന്നെ നിരാലംബരായ സ്ത്രീകളുള്ള കുടുംബങ്ങൾക്കാണ് കൂടുതൽ വീടുകളും നിർമ്മിച്ചു നൽകിയത്. ഇതിനോടകം വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഏകോപിപ്പിച്ച് 50-ലധികം ഈടുറ്റ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകാൻ സിസ്റ്റർ ലിസി ചക്കാലക്കലിനും സംഘത്തിനും സാധിച്ചു. സിസ്റ്റർ ലിസി ചക്കാലക്കലിനെ ഞാൻ പരിചയപ്പെടുന്നത് കൊച്ചിയുടെ തന്നെ പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള സാന്തോം പ്രദേശത്ത് ഏകദേശം 106 വീടുകളോളം ദ്രവിച്ച് വളരെ ജീർണിച്ച അവസ്ഥയിലുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശത്ത് നിരവധിയായിട്ടുള്ള സർക്കാർ പദ്ധതികൾ വരികയും ആ പദ്ധതികൾ ഇവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, ഈ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്ന അവസരത്തിൽ ഒരു വീടിൻ്റെ താക്കോൽ ദാന ചടങ്ങിൽ വെച്ചാണ് സിസ്റ്ററിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഈ നിർധരനായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഏരിയയിൽ 1-2 വീടുകൾ GI ഷീറ്റ് ഉപയോഗിച്ച് പണിതിരിക്കുന്നതായിട്ട്. GI ഷീറ്റ് ഉപയോഗിച്ചൊരു വീട് പണിതാൽ എത്രത്തോളം ഉറപ്പുണ്ടാവും എന്നുള്ളത് എനിക്ക് വലിയ ബോധ്യവും അറിവുമില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു സാധാരണ വീടിൻ്റെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു മോഡേൺ ഹൗസ് പോലെ ആവശ്യത്തിന് വെളിച്ചവും വായുവും കയറാവുന്ന സൗകര്യങ്ങളും നല്ല ശുചിത്വപൂർണമായിട്ടുള്ള ടോയ്ലറ്റും അടക്കുന്ന ഒരു കൊച്ചു ഭവനം, ഒരു ചെറിയ കുടുംബത്തിന് അത്യാവശ്യ സൗകര്യങ്ങളെല്ലാമുള്ള രീതിയിൽ ഒരുക്കിയിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഇത്ര മനോഹരമായിട്ട് GI ഷീറ്റ് കൊണ്ട് വീട് പണിയാൻ സാധിക്കുമെന്നുള്ള പുതിയ അറിവിനോടൊപ്പം അശരണരായിട്ടുള്ള ആളുകൾക്ക് സർക്കാർ പദ്ധതികൾ ഉപയോഗിച്ചല്ലാതെ സന്നദ്ധരായിട്ടുള്ള പ്രവർത്തകരുടെ സഹായത്തോടു കൂടി അവർക്കൊരു പ്രതീക്ഷയുടെ ഒരു നാളം അവർക്ക് വേണ്ടി തെളിയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പുതിയ 2 അറിവുകളാണ് എനിക്ക് ആ സ്ഥലത്ത് ചെന്നപ്പോൾ ലഭിച്ചത്. സിസ്റ്ററിൻ്റെ പ്രവർത്തനത്തെ ഞാൻ ആ ഒരു വീടിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് എന്ന് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് എനിക്ക് മനസ്സിലായി. വളരെയധികം സന്തോഷവും തോന്നി. കാരണം എവിടെയൊക്കെ നമുക്ക് സർക്കാർ സഹായങ്ങൾ എത്തിക്കാൻ സാധിക്കാതെ പോകുന്നു ആ സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള സന്നദ്ധ പ്രവർത്തകരും കാരുണ്യപൂർവ്വമുള്ള പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അത് വലിയൊരു അനുഗ്രഹമായിരിക്കും എന്ന് തന്നെ എനിക്ക് തോന്നിയത്. സിസ്റ്റർ 1 അല്ല 2 അല്ല 60-ൽ പരം വീടുകൾ ഈ സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ചു എന്ന് 4-ാമത്തെ ഭവനത്തിൻ്റെ താക്കോൽ ദാനത്തിന് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ആ പ്രദേശത്ത് 3 വീടുകൾക്കുള്ള തറക്കല്ലിടുന്നതിനും എന്നെ ക്ഷണിച്ചിരുന്നു. വളരെ മാതൃകാപരമായിട്ടുള്ള ഈ പ്രവർത്തനം, സിസ്റ്റർ ഒരു സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സാണ്.
അവർ ആ സ്കൂളിലുള്ള മുഴുവൻ കുട്ടികളെയും പുതിയ തലമുറക്കാർക്ക് നല്ല വഴികൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള താക്കോൽദാന ചടങ്ങ് നടത്തിയപ്പോൾ ആ കുട്ടികൾക്ക് മുഴുവൻ ജീവിതത്തിലൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടിക്കൊടുക്കുകയാണ് സിസ്റ്റർ ചെയ്തത്. അവർക്ക് ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ, മുന്നോട്ടുള്ള ജീവിതത്തിൽ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു സ്വാർത്ഥമതികളായിട്ടുള്ള വ്യക്തികളായിട്ട് വളർന്നു വരുന്നതിന് പകരം ഈ സമൂഹത്തിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവരെ കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിക്കുക. അതുപോലെ നമ്മളിൽ കൂടെയുള്ള ആളുകളിൽ എത്ര പേര് സാധാരണ മനുഷ്യന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് എന്നുള്ളത് ആ ഒരു തത്വം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇതെല്ലാമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു നല്ല തലമുറയെ ഈ രീതിയിൽ വാർത്തെടുക്കാനായിട്ട് സിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രവർത്തനവും ഉള്ളത് ഞാൻ ഏറ്റവും അധികം അഭിനന്ദിക്കുന്നു. ഇവർ വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ഏറ്റെടുത്തിരുന്ന ഒരു ദൗത്യമെങ്കിൽ ഇപ്പോൾ ഭൂദാനം മഹാദാനം എന്നുള്ള ഒരു പുതിയ പരിപാടിക്ക് കൂടി തുടക്കമിട്ടിട്ടുണ്ട്. 1-2 ആളുകൾ, സന്മനസ്സുകളായിട്ടുള്ള ആളുകളിൽ നിന്നും അവരുടെ സഹായത്തോടു കൂടി ഭൂമി ഇല്ലാത്ത ആളുകൾക്ക്, ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് നൽകുന്നതിനും, അതുപോലെ ശാരീരിക മാനസിക വൈകല്യങ്ങളുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠനോപകരണ സാമഗ്രികളും സഹായങ്ങളും എത്തിക്കുന്നതിനും വേണ്ടിയിട്ടും സിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു ലെജൻഡ് എന്ന് വേണമെങ്കിൽ സിസ്റ്റർ ലിസിയെ നമുക്ക് നിർവചിക്കാം. ഇപ്പോൾ സിസ്റ്ററിൻ്റെ ഈ പൊതുരംഗത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഈ സഭയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് സിസ്റ്ററിന്? കാരണം സിസ്റ്ററിൻ്റെ സമർപ്പിത ജീവിതവും ഔദ്യോഗിക ജീവിതവും ഈ സാമൂഹ്യ പ്രവർത്തനവും എല്ലാം സമന്വയിപ്പിച്ചു കൊണ്ടുപോകണം. അപ്പോൾ സിസ്റ്ററിൻ്റെ ഈ സഭയുടെ ഭാഗത്ത്, മറ്റ് കൂടെയുള്ളവരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മേലധികാരികളുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പോൾ ഞാനായിരിക്കുന്നത് ബാംഗ്ലൂർ പ്രൊവിൻസിലാണ്. ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ എന്ന് പറയുന്നത് ഡോക്ടർ പുഷ്പ ജോസഫാണ്. സിസ്റ്ററിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ക്രിയാത്മകത നിറഞ്ഞ, ഒത്തിരി ഇങ്ങനെയുള്ള കാര്യത്തിൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരാണ്. നമ്മൾ എന്ത് കാര്യത്തിന്, നല്ല കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുത്താലും സിസ്റ്റർ അത് വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുപോലെ ഞങ്ങളുടെ പ്രൊവിൻസിലുള്ള സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ സുപ്പീരിയർ ജനറൽ, എല്ലാവരും, സഭ മൊത്തം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും പിന്തുണ നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട്. നമ്മൾ ചെയ്യാതിരുന്നാലും കുഴപ്പമില്ല, ചെയ്യുന്നതും കൊണ്ട് നമുക്ക് കുഴപ്പമില്ല, സ്വതന്ത്രമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത് വിദ്യാഭ്യാസ മേഖലയിലും ഞങ്ങൾക്ക് എപ്പോഴും ഇതുപോലെയുള്ള കാര്യം കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു അധ്യാപികയാണെങ്കിലും എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ടൈം കഴിഞ്ഞ്, ടീച്ചിങ് ഈസ് മൈ പ്രൊഫഷൻ, മറ്റത് എൻ്റെ മിഷനാണ്. അത് ഞാൻ എപ്പോഴും എൻ്റെ മേലധികാരികളോടും പറയുന്നുണ്ട്. നമ്മൾ അതിൻ്റെ രീതിയിൽ അക്കൗണ്ടബിൾ ആകുമ്പോൾ അവർക്കും സന്തോഷമാണ് നമ്മൾ പിന്തുണയ്ക്കാനായിട്ട്. ഞങ്ങളുടെ സഭയുടെ സ്ഥാപകയായ മദർ മേരി ഓഫ് ദ പാഷൻ്റെ ആദർശങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടേത്. ഈ അവർ ലേഡീസ് സ്കൂളിൽ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളം ആയിക്കൊണ്ടിരിക്കുന്നു. അതിനു മുമ്പ് ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കലൂർ കത്രിക്കടവിലെ സെൻറ്റ് ജോവാക്കിംസ് സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഞാൻ വന്ന് LP സെക്ഷനിലെ ഹെഡ് മിസ്ട്രസ്സായി ചാർജ് എടുത്തു. ഇവിടുത്തെ കുഞ്ഞുങ്ങളെ എൻ്റെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചുകൊണ്ട് മദർ മേരി ഓഫ് ദ പാഷൻ്റെ ആദർശങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ കുട്ടികളെ അവരെ അറിവിൽ മാത്രമല്ല മികച്ചവരാക്കുന്നത്, മറിച്ച് അവരിലെ ആധ്യാത്മികവും ധാർമ്മികവും മാനസികവും സാമൂഹികവും സാംസ്കാരികവുമായ എല്ലാ മേഖലകളിലും അവരെ ഉയർത്തിക്കൊണ്ടു വരുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ ചുറ്റുപാടും ശ്രദ്ധിച്ചപ്പോൾ ധാരാളം കുട്ടികൾക്ക് ഒരു സ്വന്തമായി വീടില്ലാത്ത ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് മിക്കവർക്കും ഒരു സുരക്ഷിതത്വ ബോധം ഇല്ലാത്തതുപോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് സിസ്റ്റർ ലിസി ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്തത്. ഈ സംരംഭം ഏറ്റെടുത്ത് ധാരാളം കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കാൻ, ഇപ്പോൾ 50ാമത്തെ വീടാണ് സിസ്റ്റർ വെച്ചുകൊണ്ടിരിക്കുന്നത്, ധാരാളം കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കാൻ സാധിച്ചു.
അങ്ങനെ ഈ പ്രവർത്തനത്തിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതിൻ്റെ ചാരിതാർത്ഥ്യവും ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ കോൺഗ്രിഗേഷനെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ഒരു മേഖല അങ്ങനെ ഇല്ല. ഞങ്ങൾ ഓരോരുത്തരുടെയും അഭിരുചിക്ക് അനുസൃതമായ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ സിസ്റ്ററിന് ഇങ്ങനെ ഒരു താല്പര്യം ഉള്ളത് കൊണ്ട് ഈ സമൂഹത്തിൽ വളരെയധികം വേദനിക്കുന്നവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അങ്ങനെ പുതിയ പുതിയ രീതികൾ കണ്ടുപിടിച്ച് അവർക്ക് സഹായങ്ങളും എത്തിച്ചു കൊടുക്കാനുമുള്ള ഒരു അഭിരുചി ഉള്ളത് കൊണ്ടും ഞങ്ങളെല്ലാവരും സിസ്റ്ററിനെ പിന്തുണയ്ക്കുകയാണ്. സിസ്റ്ററിൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും ഞങ്ങളുടെ പ്രാർത്ഥനാപരമായും അതുപോലെ ഞങ്ങളുടെ കഴിവനുസരിച്ചും സിസ്റ്ററിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സിസ്റ്ററിന് ഇത്രയും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്രയും വലിയൊരു സംരംഭം സിസ്റ്ററിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ധാരാളം മനുഷ്യർ നമ്മുടെ ഇടയിൽ ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരുണ്ട്. പക്ഷെ അതെല്ലാം എങ്ങനെ വിനിയോഗിക്കണമെന്നറിയാത്തവരുണ്ട്. അവരുടെ എല്ലാം ആ അഭിരുചി അല്ലെങ്കിൽ അവരുടെ എല്ലാം കഴിവ് കണ്ടെത്തി സിസ്റ്റർ അവരെ സമീപിച്ച് അവരിൽ നിന്ന് സഹായം നേടിക്കൊണ്ടാണ് ഈ ഇത്രയും കാര്യങ്ങൾ സിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ സഭയിലെ അംഗങ്ങളെന്ന നിലയ്ക്ക് സിസ്റ്ററിനെ എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ സിസ്റ്റർ പ്രാർത്ഥനയ്ക്ക് കറക്റ്റായിട്ട് സമയത്ത് സിസ്റ്ററിന് എത്തിച്ചേരാൻ കഴിയില്ല, അല്ലെങ്കിൽ വേറെ കമ്മ്യൂണിറ്റിയുടെ മറ്റ് ചില കാര്യങ്ങൾക്ക് സിസ്റ്ററിന് ചിലപ്പോൾ തക്കതായ സമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിലും അതെല്ലാം ഞങ്ങൾ ഒരുമയോടുകൂടി നിന്നുകൊണ്ട് സിസ്റ്ററിൻ്റെയും കൂടി സൗകര്യത്തിന് അനുസൃതമായ എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് ഇത്രയും മനോഹരമായിട്ട് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇപ്പം ഇത്രയും ഈ ഭവനങ്ങൾ പണിതപ്പോൾ ഏറ്റവും അർഹരായ വ്യക്തികൾ ഈ ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ എന്ത് മാനദണ്ഡത്തിലാണ് നമ്മൾ ആ വ്യക്തികളെ അല്ലെങ്കിൽ ആ കുടുംബങ്ങൾ നിർണ്ണയിക്കുന്നത്? ഒരുപാട് പേര് സിസ്റ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ അപേക്ഷകളായിട്ടും അല്ലാത്തവരൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ തീർത്തും ഇതിന് അർഹരാണ്. നമ്മൾ എങ്ങനെയാണ് സിസ്റ്റർ അത് കണ്ടെത്തുന്നത്? ഞങ്ങൾ ആദ്യം തുടങ്ങിയപ്പോൾ സഹപാഠിക്ക് ഒരു ഭവനം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭവന നിർമ്മാണം തുടങ്ങിയത്. അപ്പോൾ എൻ്റെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. പിന്നീട് ഞങ്ങളിത് വ്യാപിപ്പിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് നമ്മുടെ കൂടെ പിന്തുണയുമായിട്ട് വരുന്നു. അതുപോലെ നല്ല പാഠം പദ്ധതി എന്ന് പറഞ്ഞിട്ട് വിദ്യാലയങ്ങളിലൂടെ കുട്ടികളിൽ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ പാഠ്യപദ്ധതിയുമായിട്ട് അനുയോജിച്ച് പോകാവുന്ന ഒരു പദ്ധതി നടപ്പാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ നല്ല പാഠം എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇത് മീഡിയ സപ്പോർട്ടും കൂടി ആയി കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് ഇതേക്കുറിച്ച് വായിക്കാനും ഈ ഗുഡ് ന്യൂസ് അറിയാനുമായിട്ട് ഇടവന്നു. അപ്പോൾ ഒത്തിരി പേര് കൈത്താങ്ങുമായിട്ട് നമ്മുടെ കൂടെ വന്നു. അപ്പോൾ നമുക്ക് തോന്നി നമ്മുടെ സ്കൂളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, ഭവനരഹിതരായിട്ട് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നടത്തുന്നു? ഈ ഭവനരഹിതരില്ലാത്ത കേരളം എന്നുള്ള ഒരു ലക്ഷ്യത്തിലൂടെയാണ് ഞങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ മെസ്സേജ് ലോകമെമ്പാടും കൊടുക്കണം എന്നുള്ളൊരു ആശയം തോന്നിയത് കൊണ്ടാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് 2 വീട് കഴിഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജില്ലയിലും ചെയ്യണമെന്ന് വെച്ചാൽ ഈ പങ്കുവയ്ക്കലിലൂടെ മാത്രമേ ഈ ഭവനരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ. അങ്ങനെയാണ് ഹൗസ് ചാലഞ്ചിന് ഞങ്ങൾ രൂപം കൊടുത്തത്. ഹൗസ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം തന്നെ ഭവനരഹിതരില്ലാത്ത കേരളം. അപ്പോൾ ഈ ഭവനരഹിതരില്ലാത്ത കേരളം അത് ആ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിനൊരു ക്രിയാത്മകവും യാഥാർത്ഥ്യവുമായിട്ടുള്ളൊരു ശൈലി നമ്മൾ കണ്ടെത്തണം. ആ ശൈലിയാണ് കൂട്ടായ്മയുടെ ശൈലി. അത് വീണ്ടും ഞാൻ പറയുന്നത് പങ്കുവയ്ക്കലിലൂടെ ഉള്ളവൻ ഉള്ളതില്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കുക. അപ്പോൾ ഈ ശൈലിയുമായിട്ട് ഈ ഹൗസ് ചാലഞ്ച് എന്ന പദ്ധതിയുമായിട്ട് ഞങ്ങൾ സമൂഹത്തിൽ ഇറങ്ങിയപ്പോൾ വലിയ വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. ഒത്തിരി നല്ല മനുഷ്യർ, അവരുടെ കയ്യിലുള്ളത് അവരുടെ അധ്വാനത്തിൻ്റെ ഒരു അംശം. ഇപ്പോൾ വലിയ വ്യവസായികൾ അവർ രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു അംശം ദശാംശം കൊടുക്കാൻ തയ്യാറാണ് ഭവനരഹിതർക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ അവരെ സമീപിക്കുമ്പോൾ അവർ നല്ല ഒരു പ്രതികരണമാണ് തരുന്നത്. ഒത്തിരി പേര്, ഞാൻ പറഞ്ഞില്ലേ, ഒരു കൂലിപ്പണിക്കാർ തുടങ്ങി വലിയ വ്യവസായികൾ വരെയും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടും മെറ്റീരിയലായിട്ടും ലേബറുമായിട്ടും ഒക്കെ തരുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു വലിയൊരു അത്ഭുതം സംഭവിച്ചു. ഇത്രയും കാലം ഞങ്ങൾ കൊടുത്തിരുന്നത് ഭവനരഹിതർക്കാണ് ഞങ്ങൾ. അപ്പോൾ ഒത്തിരി പേര് ഞങ്ങളുടെ അടുത്ത് വരും, ഭൂമിയില്ല, വീടുമില്ല,
എപ്പോഴും ഈ അലഞ്ഞു തിരിയുന്ന ഒത്തിരി പേരുണ്ട്, വാടക വീട്ടിൽ താമസിക്കുന്നവർ. അവരുടെ കണ്ണീര് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വേദന തോന്നി. ദൈവം ജീവിതകാലം മുഴുവനും വാടക, ഓരോ 11 മാസം കഴിയുമ്പോഴും വീട് മാറണം. അപ്പോൾ ഈ പെൺകുട്ടികളെയൊക്കെ ഇന്ന് സമൂഹത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, സേഫ് അല്ലാത്ത ഒരു ഇതാണ്. കാരണം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള ഒരു ഉപയോഗം കാരണം ഒത്തിരി ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ത്രീകളാണ് അധികം പേരും, പെൺകുട്ടികളായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ വേദന കണ്ടു കഴിഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ ഒരിക്കലെങ്കിലും ഇവരുടെ ഈ ജീവിതത്തിൽ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു പിടി മണ്ണുമായിട്ട് ഒരു വീടുണ്ടാവാനായിട്ടുള്ള വഴി കാണിക്കണമെന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഭൂദാനം മഹാദാനം എന്നുള്ളൊരു പരിപാടി ആരംഭിക്കാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ശ്രീ പോൾ ആലൂക്കാസാണ്. അദ്ദേഹം 4 സെൻറ്റ് സ്ഥലം സംഭാവനയായിട്ട് നൽകി. ആ 4 സെൻറ്റ് സ്ഥലത്തിന് ഞങ്ങൾ 2 ഭവനരഹിതരെ കണ്ടെത്തിയപ്പോൾ അവരെ കഷ്ടപ്പാട് കണ്ടപ്പോൾ 2 വീട് 4 മാസം കൊണ്ട് ഞങ്ങൾക്ക് 2 വീടും 4 സെൻറ്റ് സ്ഥലമായിട്ട് അദ്ദേഹം തരികയുണ്ടായി. അത് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 2-3 പേര് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഭൂമി നൽകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഹൗസ് ചാലഞ്ചുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ 3/4 സെൻറ്റിൽ വീട് വയ്ക്കുക എന്നുള്ള ഒരു സാധ്യത ഞങ്ങൾ കണ്ടെത്തി. 1 സെൻറ്റിൽ വീട് വയ്ക്കുക എന്നുള്ള, എല്ലാവർക്കും അത്ഭുതം, 3/4 സെൻറ്റിൽ വീട് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഈ നമ്മൾ 3/4 സെൻറ്റിലൊക്കെ ഒരു വീട് വയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, നമ്മൾ പള്ളികളിൽ കപ്പേളകൾ പണിയും, മാതാവിനും ഔസേപ്പിതാവിനും പുണ്യാളന്മാർക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഷ്രൈൻസ് ഒത്തിരി കപ്പേളകൾ പണിയാറുണ്ട്. അതുപോലെ നമ്മൾ ഭവനരഹിതരായിട്ട് ഭൂരഹിതരായിട്ടുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ ആ ദൈവത്തിനെ വെളിപ്പെടുത്തുന്ന, ആ കരുണയെ വെളിപ്പെടുത്തുന്ന, സ്നേഹം വെളിപ്പെടുത്തുന്ന സ്മാരകമായിട്ട്, കൂട്ടായ്മയുടെ സ്മാരകമായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനൊത്തിരി പേര് മുന്നോട്ട് വരുന്നുണ്ട്. കണ്ടെത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്ന് കുട്ടികളുടെ പാരൻസ് ആണെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ കണക്കാക്കിയിട്ട് അവരുടെ പിന്നെ ഞങ്ങൾക്ക് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ വിധവകൾ, പെൺകുട്ടികൾ മാത്രമുള്ള അമ്മമാർ, അതുപോലെ ഈ ഭിന്നശേഷിയുള്ളവർ. ഇപ്പോൾ ഞങ്ങൾ ഈ 60 വീട് വെച്ചതിൽ ഒരു 18 വീടുകളോളം ഭിന്നശേഷിയുള്ളവർക്കാണ്. അത് ഭിന്നശേഷിയുള്ളവർക്കെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒരു കുട്ടി ഭിന്നശേഷിയുള്ളതുണ്ടെങ്കിൽ ആ കുടുംബത്തെ അമ്മ 24 മണിക്കൂർ ആ കുട്ടീനെ അറ്റൻഡ് ചെയ്യണം. അച്ഛൻ ഒരാളായിരിക്കും അധ്വാനിക്കുന്നത്. പിന്നെ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ, ഒരു മുറിയില്ലാത്ത ഒരു അവസ്ഥ ഭയങ്കര, ഇവരെടുക്കണം, ടോയ്ലറ്റിൽ കൊണ്ടുപോകണം, പുറത്ത്. ഞാൻ ശരിക്കും കണ്ടറിഞ്ഞു ഒരു ഭിന്നശേഷിയുള്ള ഒരു കുട്ടി ഒരു വീടില്ലെങ്കിൽ, ഒരു സൗകര്യം, അടിസ്ഥാന സൗകര്യം ഇല്ലാത്തൊരു കുടുംബത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അത് മനസ്സിലാക്കി ഇപ്പോൾ ഞങ്ങൾ നല്ല വീട് വെച്ചിട്ട് ആ കുട്ടിക്ക്, ആ കുട്ടിയുടെ സാഹചര്യത്തിനും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റായിട്ട് സ്ലോപ്പൊക്കെ ഇട്ട്, വീൽ ചെയർ ആണെങ്കിൽ വീൽ ചെയർ ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു, ആ കുടുംബം മൊത്തം കരകയറും. ആ കുട്ടി അതുവരെയും ഒരു ശാപമെന്ന് കരുതുന്ന കുട്ടി ആ വീട്ടിലൊരു അനുഗ്രഹമായിട്ട് മാറുന്നു. അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര. അപ്പോൾ ഞാൻ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്നത് ഇപ്പോൾ ഭിന്നശേഷിയുള്ളവർക്കാണ്, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ വിധവകളായിട്ടുള്ളവർ. എൻ്റെ ബ്രദറ് 2 വയസ്സുള്ളപ്പോൾ വീണിട്ട് തളർന്ന് കിടപ്പിലായിരുന്നു. അപ്പം അവന് പ്രാഥമിക ആവശ്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ കുളിപ്പിക്കുന്നതും മറ്റുമൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നായിരുന്നു. അപ്പം ഞങ്ങളെപ്പോഴും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, പുതിയൊരു വീട് അല്ലെങ്കിൽ ഒരു ഇത്തിരി കൂടി സൗകര്യമുള്ള ഒരു വീടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പം അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ലിസിസ്റ്ററെ പരിചയപ്പെടാൻ പറ്റി. എൻ്റെ വലിയപ്പച്ചൻ്റെ മരുമകൾ വഴി ലിസിസ്റ്ററെ പരിചയപ്പെട്ടു. അങ്ങനെ ലിസിസ്റ്റർ വന്ന് ഞങ്ങളെ കണ്ടു. അങ്ങനെ മെച്ചപ്പെട്ടൊരു വീട് പണിയാനായിട്ട് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഏകദേശം എല്ലാവരുടെയും സഹായം കൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 4 മാസം കൊണ്ട് വീട് പണി പൂർത്തിയായി. ഞങ്ങളിപ്പോൾ പുതിയ വീട്ടിലാണ് താമസിക്കുന്നത്. ബ്രദറിനാണെങ്കിൽ ഒത്തിരി സന്തോഷമാണ്. ആദ്യമൊക്കെ അവനെ കുളിപ്പിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം 2 ആഴ്ചയൊക്കെ പിടിക്കുമ്പോഴായിരുന്നു കുളിപ്പിച്ചിരുന്നത്. ഇപ്പം അതൊക്കെ മാറി 1-2 ഇടവിട്ട് അവനെ കുളിപ്പിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സാധിക്കുന്നു. സിസ്റ്ററിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ സിസ്റ്ററിൻ്റെ വിദ്യാലയത്തിലെ കുട്ടികളുടെ പങ്കെന്താണ്?
കുട്ടികൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ലപാഠം പ്രവർത്തനം വന്നതോടുകൂടി ഞങ്ങൾക്ക് വിദ്യാലയത്തിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിരുകളില്ലാതെ ഞങ്ങൾക്ക് ഓരോ പ്രദേശങ്ങളിൽ കടന്നു ചെല്ലാൻ സാധിച്ചു. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയും, അതിരില്ലാത്ത സ്നേഹവും അതിരുകളില്ലാത്ത മനസ്സുകൾ സൃഷ്ടിക്കുക എന്നുള്ളതും കൂടി ഞങ്ങളുടെ ഒരു ഇന്നർ പർപ്പസാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ഈ നല്ല പാഠത്തിലൂടെ എവിടെയും നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നു. നമുക്ക് വീടുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ജാതി മതഭേദം ഒന്നുമില്ലാത്ത അവരൻ്റെ ആവശ്യം കണ്ടറിഞ്ഞിട്ട്, വിശക്കുന്നവന് അപ്പമായിട്ട്, ദാഹിക്കുന്നവന് ജലമായിട്ട്, ഭവനരഹിതർക്ക് ഭവനമായിട്ട് അവൻ്റെ നാമത്തിൽ മാറാനായിട്ട് സാധിക്കുന്നു. അത് ഈ വാല്യൂ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാഠം എന്ന ഒരു പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ വരുന്നു. ഇപ്പോൾ എത്ര പാവപ്പെട്ട കുട്ടിയാണെങ്കിലും ഒരു 100 രൂപയുടെ ഒരു സ്വീറ്റ് പാക്കറ്റ് പാരൻസ് വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഞങ്ങൾ ഈ ആശയം നമ്മൾ കുട്ടികളുമായിട്ട് പങ്കുവെച്ചപ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തു, നമ്മുടെ വിദ്യാലയത്തിൽ 2000 കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ്. കുട്ടികൾക്ക് ബർത്ത്ഡേ ആഘോഷം വരുമ്പോൾ ആ മിഠായി വാങ്ങുന്ന പൈസ ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ച ഒരു ചാരിറ്റി ബോക്സ് പാസ് ചെയ്യും. അപ്പോൾ ആ അറ്റ്ലീസ്റ്റ് ഒരു ഒരാഴ്ചയിലെ പോക്കറ്റ് മണിയിൽ നിന്നും 1 രൂപയെങ്കിലും ആ കുട്ടി ഈ ചാരിറ്റി ബോക്സിൽ നിക്ഷേപിക്കുക. അതോടൊപ്പം ഒരു വർഷത്തെ ആ ബർത്ത്ഡേ വരുമ്പോൾ എന്തെങ്കിലും ഒരു അത് നിർബന്ധമില്ല. കാരണം ഞങ്ങളുടെ സ്കൂളിലായാലും പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒത്തിരി കുട്ടികൾ വരുന്നതും വളരെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ എങ്കിൽ പോലും നമ്മളൊന്നും ഒരു കമ്പൽ ചെയ്യില്ല. പക്ഷെ കുട്ടികൾ ആവശ്യം കണ്ടറിഞ്ഞിട്ട് ഈ ചാരിറ്റി ബോക്സിൽ അവർ നിക്ഷേപിക്കുന്നു. ബർത്ത്ഡേ ആഘോഷങ്ങൾ ഒഴിവാക്കുന്നു. ഞങ്ങളുടെ അധ്യാപകർ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ, വെഡ്ഡിങ് ആനിവേഴ്സറിയോ ബർത്ത്ഡേയോ വെഡ്ഡിങ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അവർ അതിൻ്റെ ഒരു ദശാംശം ഇതിലേക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു. ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട്, അവരുടെ സാലറിയുടെ ഒരു ദശാംശം നൽകുന്ന എൻ്റെ സഹപ്രവർത്തകർ. അതുപോലെ സമൂഹത്തിൽ ഇതൊക്കെ കണ്ടറിഞ്ഞ് മീഡിയയിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ വായിച്ച് കുട്ടികൾ ഇത്രയും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് കണ്ടപ്പോൾ അവരുടെ കൂടെ കൂടാനായിട്ട് ഒത്തിരി പേര് ഞങ്ങൾ അറിയാതെയും വന്ന് ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്. ചിലപ്പോൾ പണി നടക്കാനായിട്ട് ചിലപ്പോൾ എല്ലാം തീർന്ന് സിമെൻറ്റ് വേണം അല്ലെങ്കിൽ ഇന്നത് ഫ്ലോറിങ്ങിൻ്റെ ഇത് വേണം എന്ന് ചിന്തിക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലും വന്നിട്ട് ഞാൻ ദൈവവേലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും, ദൈവമേ ആ വീടിൻ്റെ പണി ഇന്നത് നടക്കണം, എന്നെ ഒന്നുമില്ല കേട്ടോ തമ്പുരാനെ നീ തന്നെ എന്ന് പറഞ്ഞിട്ട് കുർബാന ആരാധന കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ അറിയാത്തവരായിരിക്കും സിസ്റ്റർ ചെയ്യുന്നത് ഇത്രയും വലിയ കാര്യം, ഇത് നിർത്തരുത് കേട്ടോ, ഇത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് പൈസ തരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നിർത്താനേ പറ്റില്ല. തമ്പുരാൻ ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അതാണ് കുട്ടികളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത്. അതാണ് ചിലപ്പോൾ 1 രൂപയായിരിക്കും ഒരു വീടിന് വേണ്ടിയിട്ട് ഒരു കുട്ടി ചിലവഴിക്കുന്നത്. പക്ഷെ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവമാണത് അപരന് വേണ്ടിയിട്ട്. അപ്പോൾ ചെറുതിലേ തുടങ്ങി നമ്മൾ അവരിലേക്ക് ഈ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരു മൂല്യം പകർന്നു കൊടുക്കുന്നു. പുതിയ തലമുറയ്ക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നു. അവരെൻ്റെ വിഷമങ്ങൾ അറിയുന്നു. അപ്പോൾ അവർ മാനുഷിക മൂല്യങ്ങളുള്ള വ്യക്തികളായിട്ട് അവരെ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും ഇത്തരം പ്രവർത്തനത്തിലൂടെ. ഞങ്ങളുടെ സിസ്റ്റർ ഞങ്ങളോട് പറയാറുണ്ട്, ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അവളുടെ പുരോഗതിയാണ്. അപ്പോൾ അവളുടെ ജീവിത സാഹചര്യങ്ങളും പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളുമാണ് ഏറ്റവും വലുതെന്ന് സിസ്റ്റർ ഞങ്ങളോട് എപ്പോഴും പറയും. അപ്പോൾ അവളുടെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഏറ്റവും വലുത് ആ കുട്ടിയുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. അപ്പോൾ സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമുക്ക് അവരെ സഹായിക്കണമെന്ന്. അപ്പോൾ ആ ഒരു സിസ്റ്ററിൻ്റെ കോൺസെപ്റ്റ് ഞങ്ങൾ ഏറ്റെടുത്തു. എന്നിട്ട് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളുടെ സ്കൂളിൽ ട്യൂസ്ഡേ ഒരു ചാരിറ്റി ബോക്സ് പാസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളുടെ പോക്കറ്റ് മണിയും പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻസൊക്കെ കേക്കും സ്വീറ്റ്സൊക്കെ എല്ലാം മാറ്റിവെച്ച് ആ പൈസ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു ഞങ്ങളുടെ രീതിയിൽ ഉണ്ടാകുന്ന ചെറിയ പൈസ അത് ഒന്നിനും ആവില്ല എന്ന് ഞങ്ങൾക്കറിയാം. ബട്ട് ഞങ്ങളിത് മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ കുറേ ആളുകൾ കടന്നു വരികയുണ്ടായിരുന്നു. ആ ഇത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ചെറിയ രീതിയിൽ നിന്ന് വന്ന ആ ഒരിത് ഇപ്പോൾ ഞങ്ങളുടെ സ്കൂൾ തന്നെ അറിയപ്പെടുന്നത് ഇപ്പോൾ സിസ്റ്ററിൻ്റെ പേരിലാണ്. നല്ല പാഠം പദ്ധതി എന്നൊക്കെ ഉള്ളൊരു ഔട്ട്ലൈനിലാണ് ഞങ്ങളുടെ സ്കൂൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ വളരെ കഷ്ടപ്പാടായിരുന്നു. ബട്ട് എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും വലിയൊരു ലക്ഷ്യമായിരിക്കും ഒരു നല്ല ഭവനം എന്നുള്ളത്. എല്ലാവരെയും ഏറ്റവും വലിയ സ്വപ്നവുമാണത്. അപ്പോൾ സിസ്റ്റർ ആ സ്വപ്നങ്ങൾ എല്ലാവർക്കും യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ ഒരു പരിപാടിക്ക് ഞങ്ങളുടെ പാരൻസും ഇൻക്ലൂഡഡ് ആണ്. അവരുടേതായ രീതിയിൽ ഞങ്ങളെ സഹായിക്കും. കാർപ്പൻറ്റേഴ്സ്, പെയിൻറ്റേഴ്സ്,
അങ്ങനെയുള്ളവർ അവരുടെ ജോലി ഓവർ ഡ്യൂട്ടി ചെയ്താണെങ്കിലും പിന്നെ അവർ ഒഴിവ് സമയങ്ങളിൽ അവർ ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാറുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് വളരെ ഒരു അനുഗ്രഹമായി തോന്നുന്നു. ഞങ്ങളുടെ ലിസ സിസ്റ്റർ ഞങ്ങളുടെ പ്രിൻസിപ്പളായി വന്നത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമായി തോന്നുകയാണ്. ബിക്കോസ് എല്ലാ ഫ്രണ്ട്സും ഞങ്ങളോട് പുറത്തുള്ള ഫ്രണ്ട്സ് ഞങ്ങളോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഭവനം വെച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതെങ്കിൽ. അപ്പോൾ ഞങ്ങൾ പറയാനുള്ള ഒരേ ഒരു ഉത്തരവാദിത്തം, ഞങ്ങളുടെ സിസ്റ്ററിൻ്റെ ഒരു പവറാണ് ഞങ്ങളെ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന്. പിന്നെ ഞങ്ങളുടെ സിസ്റ്റർ കുറേ അവയർനെസ് ക്ലാസ് ഞങ്ങളുടെ പാരൻസിനൊക്കെ കൊടുക്കാറുണ്ട് ആൽക്കഹോളിനെയൊക്കെ കുറിച്ച്. അങ്ങനെ സിസ്റ്ററിൻ്റെ രീതിയിൽ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. സിസ്റ്റർ തന്നെയാണ് അത് ലീഡ് ചെയ്യുന്നതും. സിസ്റ്റർ നേരത്തെ പറഞ്ഞല്ലോ, മാധ്യമങ്ങളാണ് സിസ്റ്ററിന് ഈ പ്രവർത്തനത്തിൽ ഒത്തിരി സഹായിക്കുന്നതെന്ന്. അപ്പോൾ ആ മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകൾ കണ്ട് ആരെങ്കിലും സിസ്റ്ററിനെ അങ്ങോട്ട് വന്ന് സഹായിച്ചൊരനുഭവം പങ്കുവയ്ക്കാം? മീഡിയ ഏറ്റെടുത്തപ്പോൾ ഏറ്റവും വലിയൊരു റിസോഴ്സ് ഈ മീഡിയ ആയിട്ട് മാറാണ് വന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ സമൂഹത്തിൽ ഇങ്ങനെ ദൈവം നിധികൾ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞ മാതിരി ഓരോരുത്തരിലും ഓരോ കാര്യത്തിലും ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുക, സ്വരൂപിക്കുക, അതിൻ്റെ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തു. ഒരു അമ്മ അടുക്കളയിൽ കയറി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വീട്ടിൽ അടുക്കളയിൽ പല ഇതുമുണ്ട്. അത് ആ ഒരു അമ്മയുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഏറ്റവും രുചികരമായ രീതിയിൽ അത് ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു സമർപ്പിതയാണ്. അപ്പോൾ എൻ്റെ പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നത് ഞാനൊരു പ്രവാചകയായിട്ട് ഒരു പ്രവാചക ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ എൻ്റെ ഈശോ, എൻ്റെ ദൈവം എനിക്ക് ഒരു പ്രവാചകയായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഈ സമൂഹത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ ഞാൻ ചെയ്യേണ്ട ദൗത്യം. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിലൂടെ എനിക്ക് കിട്ടുന്ന ആ വെളിച്ചം, ഞങ്ങൾ ഇത് ക്യാരീസ് അനുസരിച്ച് ഞങ്ങൾക്ക് വി ഹാവ് ടു ബി ആക്റ്റീവ് ആൻഡ് കണ്ടംപ്ലേറ്റീവ്. അപ്പോൾ കണ്ടംപ്ലേറ്റീവ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ദിവ്യകാരുണ്യ ആരാധന ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഒരു റിസോഴ്സാണ്. പവർ, എനർജി. ആ ദിവ്യബലിയിൽ രാവിലെ പങ്കെടുക്കുന്നു, ആരാധനയിൽ പങ്കെടുക്കുന്നു. അതിൽ നിന്നും നമുക്ക് വേണ്ട ഊർജവും വെളിച്ചവും ശക്തിയും ലഭിക്കുന്നു. അത് നമ്മൾ ആവാഹിച്ചെടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. അവൻ്റെ നാമത്തിൽ നമ്മളൊരാളെ കണ്ടുമുട്ടുമ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ നമ്മളിവിടെ ആയിരിക്കുന്നത് ഒരു അത്ഭുതമാണ്. അവൻ ജീവിക്കുന്ന യേശു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള. പലപ്പോഴും നമുക്ക് സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വീട്, ഇപ്പോൾ ഞങ്ങൾ ഏകദേശം 60 വീടോടത്തോളം തീർന്നു. പക്ഷേ ഈ 60 വീടെന്ന് പറയുന്നത് ഒന്നുമല്ല, തമ്പുരാൻ്റെ മുമ്പിൽ ഇതിന് ഒന്നുമില്ല. കാരണം ചുമ്മാ പോയിട്ട് കൊച്ചു കുട്ടികൾ നമ്മൾ നേർച്ചയിടാൻ കൊടുക്കില്ല. എനിക്ക് എപ്പോഴും തോന്നും, ദൈവമേ എത്ര കാരുണ്യവനാണ് ദൈവം എന്ന്. കാരണം ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ അപ്പനും അമ്മയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ നേർച്ചയിടാൻ കയ്യിൽ കാശ് തരും. അപ്പോൾ നേർച്ചയിടുമ്പോൾ അത് നമ്മുടെ വിചാരം വലിയ കാര്യമായിട്ട് നമ്മൾ കൊണ്ടുപോയി ഇടുന്നു. ശരിക്കും അതിൻ്റെ ഉടയവനാരാണ്? നമ്മുടെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയെന്ന് ചിലപ്പോൾ 10 പൈസ 50 പൈസ എത്ര രൂപയാണെന്ന് വെച്ചാൽ 10 പൈസയായിരിക്കും അന്നൊക്കെ. നമ്മൾ ആ പൈസ നമ്മുടെ കയ്യിൽ തരുന്നു, നമ്മൾ കൊണ്ടിടുന്നു. അതുപോലെ ഇന്നും ഞാനൊരു കൊച്ചുകുട്ടിയാണ് എൻ്റെ ഈശോയുടെ മുമ്പിൽ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വെറും ഒരു ഉപകരണമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ മറ്റുള്ളവരിലൂടെ യേശു ദൈവം കൊണ്ടുവന്ന് വെച്ച് തരും, നമ്മളത് കൊടുക്കുന്നു. അത് കാരണം എന്തെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾക്ക് ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, അവിടുത്തെ കരുണ കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി, ഒരു ഭവനരഹിതർക്ക് വേണ്ടി അവിടുന്ന് കാത്തുവെച്ചത് നമ്മളിലൂടെ പകരുന്നു. എനിക്കിതിലൊന്നുമില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെൻറ്റ്.